നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാറിനും ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾക്കായി പ്രതിനിധി സംഘത്തെ ഈജിപ്തിലേക്ക് അയക്കേണ്ടതില്ല എന്ന് ഞായറാഴ്ച ഇസ്രയേൽ തീരുമാനിച്ചു എന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേൽ ഹമാസുകളോട് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തേത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ബന്ദികളുടെ ഒരു ലിസ്റ്റ് വേണം. രണ്ടാമത്തെ ഡിമാൻഡ്, ബന്ദികൾക്ക് പകരമായി ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പലസ്തീൻ തടവുകാരുടെ അനുപാതം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ വേണം. എന്നാൽ ഇത് രണ്ടും അംഗീകരിക്കാൻ ഹമാസിന് സാധിക്കുന്നില്ല. കാരണം ബന്ദികളിൽ ആരും ജീവിച്ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ അത്രയേറെ ക്ഷീണിതരും അവശരുമാണ്. പുറത്തുവരുന്ന ബന്ദികൾ ഹമാസിന്റെ ക്രൂരതകൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഇസ്രയേലിന്റെ ഇടപെടലിൽ കൊല്ലപ്പെടുകയാണ് ബന്ദികൾ എന്ന ന്യൂസാണ് ഇവർ പുറത്തു കൊണ്ടുവരുന്നത്. ഇതേസമയം ഇല്ലാത്ത ബന്ദികളുടെ പേര് പറഞ്ഞ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനാണ് ഹമാസിന്റെ നീക്കം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ നീക്കങ്ങളും. ഇതിനിടെ ചർച്ചകൾക്കായി ഒരു ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിൽ എത്തിയതായി മുതിർന്ന ഹമാസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. US, ഇസ്രയേൽ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ ഭാഗത്ത് ഇസ്രയേൽ സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കാതെ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ഒരു കരാറിനും സമ്മതിക്കില്ല എന്ന് തീവ്രവാദ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞതായാണ് വിവരം. സ്ഥിരമായ വെടിനിർത്തൽ, അധിനിവേശ സേന അതായത് ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് പിൻവലിയണം, സ്ട്രിപ്പിന്റെ തെക്കുനിന്ന് വടക്കോട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ മടങ്ങിവരവ് എന്നിങ്ങനെ 3 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. മാത്രമല്ല, ബന്ദികളെ മോചിപ്പിക്കാൻ സമ്മതിക്കുന്നതിന് മുൻപ് പോരാട്ടത്തിന് ശാശ്വതമായ അന്ത്യം വേണമെന്നാണ് ഹമാസ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഹമാസിന്റെ കയ്യിൽ മോചിപ്പിക്കാൻ ഇനി ബന്ദികളൊന്നും ജീവനോടെ ഇല്ല. പക്ഷെ അത് പുറത്തു പറഞ്ഞാൽ ഇസ്രയേൽ ഭീകര താണ്ഡവം തന്നെ നടത്തുമെന്ന് ഹമാസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈജിപ്തിന്റെ പക്കൽ നിന്നും യുദ്ധവിരാമമായി എന്ന ഒരു പ്രസ്താവന നേടിയെടുക്കുകയാണ് ഹമാസിന്റെ ലക്ഷ്യം. എന്നാൽ യഹ്യ സിൻവറിന്റെ കുബുദ്ധിയേക്കാൾ മികച്ചതാണല്ലോ നെതന്യാഹുവിന്റെ പ്ലാനിംഗ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ വേരോടെ പറിച്ചെറിയും എന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല എന്നു തന്നെയാണ് അനുമാനം. ഗാസയിൽ 6 ആഴ്ചത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ അടിസ്ഥാനപരമായി അംഗീകരിച്ചതായും ഹമാസിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് എന്നും US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നതാണ്. ഇന്നു മുതൽ ഒരാഴ്ച ആരംഭിക്കുന്ന റമദാൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സമയബന്ധിതമായി കരാർ പൂർത്തിയാക്കാൻ തങ്ങൾ ശ്രമിക്കുന്നതായും ചർച്ചകൾ നടക്കുന്നതുമായാണ് പറഞ്ഞത്. എന്നാൽ ഇസ്രയേലിലെയും ഖത്തറിലെയും ഉദ്യോഗസ്ഥർ ബൈഡന്റെ ശുഭാപ്തി വിശ്വാസത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും സൂചിപ്പിച്ചിരുന്നു. ഇതിനിടെ ഗാസയിലെ ഇസ്രയേൽ നടപടികൾക്ക് തിരിച്ചടിയായി ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ ബ്രിട്ടീഷ് കപ്പൽ കടലിൽ മുങ്ങിക്കഴിഞ്ഞു. MV റൂബിമർ എന്ന പേരിലുള്ള ചരക്ക് കപ്പൽ ദിവസങ്ങൾക്ക് മുൻപാണ് ആക്രമണത്തിന് ഇരയായത്. 41,000 ടൺ വളം അടങ്ങിയ റൂബിമർ ഇപ്പോൾ മുങ്ങിത്താഴുകയാണെന്ന് യമൻ സർക്കാരും അറിയിച്ചിരുന്നു. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇതാദ്യമായാണ് ഒരു കപ്പൽ പൂർണ്ണമായി കടലിൽ മുങ്ങുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 18-നാണ് ഏദൻ ഉൾക്കടലിൽ ബാബുൽ മിന്ദബിനടുത്ത് റൂബിമർ കപ്പലിൽ 2 ഹൂതി മിസൈലുകൾ പതിക്കുന്നത്. പിന്നാലെ കപ്പലും ചരക്കും ഉപേക്ഷിച്ച് ജീവനക്കാർ രക്ഷപ്പെട്ടിരുന്നു. 21 മെട്രിക് ടൺ അമോണിയം നൈട്രേറ്റ് വളമാണ് റൂബിമറിൽ ഉണ്ടായിരുന്നത്. കപ്പൽ കടലിൽ മുങ്ങിയത് വൻ പാരിസ്ഥിതിക ദുരന്തത്തിന് ഇടയാക്കും എന്ന ആശങ്ക ഉയരുന്നുണ്ട്. അമോണിയം നൈട്രേറ്റിന്റെ ചോർച്ച സമുദ്ര ആവാസ വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതം തന്നെ സൃഷ്ടിക്കും. പവിഴപ്പുറ്റുകളും കണ്ടൽ വൃക്ഷങ്ങളും വൈവിധ്യമാർന്ന സമുദ്രജീവികളും കൊണ്ട് സമ്പന്നമാണ് ചെങ്കടൽ എന്നത് ദുരന്ത സാധ്യത കൂട്ടുന്നുമുണ്ട്. 24 മണിക്കൂറിനിടെ ഗാസയിൽ 90 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആകെ മരണം 30,410 71,700 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യുദ്ധം 5.76 ലക്ഷം ഗാസക്കാരെ കൊടും പട്ടിണിയിലാക്കി എന്നാണ് UN കണക്ക്. മലയാളി വാർത്ത ഇൻസൈഡ്.